ഇസ്ലാമിൽ വിവാഹം ഇല്ല, വ്യഭിചാരം മാത്രമേ ഉള്ളൂ. ഈ തലക്കെട്ട് കണ്ട് മുസ്ലിം വിശ്വാസികളായ സുഹൃത്തുക്കൾ ഒരുപാട് വിഷമിക്കേണ്ടതില്ല. മുസ്ലിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇന്നത്തെ മുസ്ലിങ്ങൾ വിശ്വസിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും മനസ്സിലാക്കിയും പോരുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. യഥാർത്ഥ ഇസ്ലാമിൽ ഒരുപാട് വൈറ്റ് വാഷ് ചെയ്തും വെള്ളം ചേർത്തും നേർപ്പിച്ചും അർത്ഥം മാറ്റിയുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു പുതിയ ഇസ്ലാമാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം. അപ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രമാണങ്ങളിൽ വായിച്ചെടുക്കുന്ന യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചാണ്. ആ ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല. മറിച്ച് അവിടെ പക്ക വ്യഭിചാരം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണിച്ചു തരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നതിൻ്റെ പശ്ചാത്തലം പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലബ് ഹൗസിലും മറ്റും നടന്നിരുന്ന ചർച്ചകളിലും പൊതുവെ ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്തകർക്കെതിരെയും അവരെ ഉത്തരം മുട്ടിച്ച് കളയാം, അവരെ മുട്ടുകുത്തിച്ച് കളയാം എന്ന ഒരു വ്യാമോഹത്തോടെ വന്ന് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ കാരണമായത്. കഴിഞ്ഞ ദിവസവും ഞാൻ ചില ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ക്ലബ് ഹൗസിൽ ചില ആളുകൾ വന്ന് ചോദിക്കുന്നത് കണ്ടു. നിങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി രണ്ടുപേര് വ്യഭിചരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അതൊക്കെ അംഗീകരിക്കുന്നവരല്ലേ നിങ്ങൾ? ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളൊക്കെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹം ആകെ കുത്തഴിഞ്ഞ് ആകെ നാശമായി പോവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചിലർ ചോദിച്ചിരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്നതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിൽ എന്താണ് വിവാഹം, എന്താണ് വ്യഭിചാരം, എന്താണ് ലൈംഗിക സദാചാരം എന്ന കാര്യം പിന്നെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഖുർആനാണല്ലോ പ്രമാണങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ പ്രമാണം. ഖുർആനിലെ 4-ാം അധ്യായം അന്നിസാ എന്ന 4-ാം അധ്യായത്തിലെ 24-ാം വാക്യം ഇങ്ങനെയാണ്: വൽ മുഹ്സനാത്തു മിനൻ നിസായി ഇല്ലാ മാ മലക്കത്തു അയ്മാനുക്കും കിതാബല്ലാഹി അലൈക്കും ഉഹില്ലലക്കും മാ വറാഅ ദാലിക്കും. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം പറയാം. ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾ ഉടമയാക്കിയ സ്ത്രീകൾ ഒഴികെ, അതായത് നിങ്ങളുടെ അടിമ സ്ത്രീകൾ ഒഴികെ നിങ്ങൾക്ക് അള്ളാഹു ഇത് നിയമമാക്കിയിരിക്കുന്നു. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അള്ളാഹു നിയമമാക്കിയിട്ട് ഇറക്കി തന്ന സാധനമാണ് ഈ പറഞ്ഞത്. ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് ഹലാലല്ല, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്തിന് നിഷിദ്ധമാണ്? കല്യാണം കഴിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഉടമയാക്കിയ നിങ്ങളുടെ അടിമ സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞത് ബാധകമല്ല. അവർക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് ഭോഗിക്കാം. ഇത് അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. ആരാണ് നിങ്ങൾ? ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് മൊത്തം. ഇവർക്ക് പുറമെയുള്ള സ്ത്രീകളെ, ഈ ഹറാമാക്കിയ സ്ത്രീകൾക്ക് പുറമെയുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വ്യഭിചരിക്കാത്തവരുമായ നിലയിൽ സ്വന്തം ധനം കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വിവാഹം ചെയ്യുക എന്നതൊക്കെ മലയാളത്തിൽ പരിഭാഷ കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വിവാഹം ചെയ്യുക എന്നൊന്നും അർത്ഥമില്ല. ഇവർക്ക് പുറമെയുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും വ്യഭിചരിക്കാത്തവരുമായ നിലയിൽ സ്വന്തം ധനം കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പൈസ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്ത്രീകളെ ആവശ്യപ്പെടാം. വ്യഭിചരിക്കാനല്ല, വിവാഹം കഴിക്കാനാണ് എന്ന നിലയിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഇതൊക്കെ പരിഭാഷകരും വ്യാഖ്യാതാക്കളും അർത്ഥം മാറ്റി ഉണ്ടാക്കിയതാണ്.
അതല്ല എന്നതിൻ്റെ തെളിവ് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ കാണാം. അങ്ങനെ അവരിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും നിങ്ങൾ സുഖമെടുത്താൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട മഹർ കൊടുക്കുക, ഉജൂറഹുന്ന അവരുടെ കൂലി കൊടുക്കുക. സംഖ്യ നിശ്ചയിച്ച ശേഷം പരസ്പരം തൃപ്തിപ്പെട്ടതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല. നിശ്ചയമായും അള്ളാഹു ഏറ്റവും അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമായിരിക്കുന്നു. ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടോളൂ എന്നല്ല. നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കണ്ടിട്ട് ആവശ്യം തോന്നിയാൽ അവളോട് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് അവളെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അങ്ങനെ പൈസ കൊടുത്ത് ആവശ്യപ്പെട്ടിട്ട് ഇത്ര പൈസക്ക് എന്നൊരു കരാറുണ്ടാക്കി അവളുമായിട്ട് നിങ്ങൾ സുഖമെടുത്തു കഴിഞ്ഞാൽ ആ കരാർ അനുസരിച്ച് ഉറപ്പിച്ച പൈസ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണം. ആ കാര്യത്തിൽ പിന്നീട് അവരുമായിട്ട് അവൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൈസ വേണ്ട, അല്ലെങ്കിൽ പൈസ പകുതി മതി എന്നാണ് അവൾ പറയുന്നതെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല. കരാർ അനുസരിച്ചുള്ള പൈസ അവൾക്ക് കൊടുത്തോളണം. ഇത് വിവാഹമാണോ അതോ ഇന്നത്തെ നമ്മുടെ ഒരു ധാർമ്മിക സങ്കല്പം അനുസരിച്ച് ഇതിന് നമ്മൾ എന്ത് പേരാ പറയുക? ഇതിന് വിവാഹം എന്ന് പറയുമോ? നമ്മളൊരു പെണ്ണിനെ കണ്ടു, നിനക്ക് ഞാൻ പൈസ തരാം എന്ന് പറയും, ഇത്ര പൈസ തരാം, നീ എനിക്കൊന്ന് സുഖം എടുക്കാൻ തരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഇത്ര ഉറുപ്പ്യ തന്നാൽ ഞാൻ സുഖം എടുക്കാൻ തരാം എന്ന് പറയുക. എന്നിട്ട് സുഖം എടുത്ത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ കരാർ അനുസരിച്ച് പൈസ കൊടുത്ത് പോവുക. ഇതിന് വിവാഹം എന്നാണോ പറയുക അതോ വേറെന്തെങ്കിലും ആണോ പറയുക? ഇതാണ് ചോദ്യം. ഇത് ഖുർആനിൽ അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ആരാണ് നിങ്ങൾ? ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് മൊത്തം അള്ളാഹു നിയമമാക്കി തന്നതാണ്, നിങ്ങൾ പൈസ കൊടുത്ത് വ്യഭിചരിച്ചോളൂ എന്ന്. ഈ ആയത്തിന് ഇസ്ലാമിക പണ്ഡിത ലോകം പറയുന്ന പേര്, ഖുർആൻ പണ്ഡിത ലോകം പറയുന്ന പേര് തന്നെ ആയത്തുൽ മുത്തുക എന്നാണ്. ഇവിടെ ഇസ്തംതഅ്തുഹും എന്ന് പറഞ്ഞത് മുത്തുക നടത്തിയാൽ, മുത്തുക എന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പച്ചയായി വ്യഭിചരിച്ച് സുഖിക്കുക എന്നർത്ഥം. നിങ്ങൾ വ്യഭിചരിച്ച് സുഖിക്കുന്നതിനാണ് മുത്തുക എന്ന് പറയുന്നത്. ആ മുത്തുകയുടെ ആയത്താണ് ഇത്, വ്യഭിചാരത്തിൻ്റെ ആയത്താണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിത ലോകം 4:24 എന്ന ആയത്തിന് തന്നെ പേരിട്ടിട്ടുള്ളത്. എന്താണ് മുത്തുക? മുത്തുക എന്ന് പറഞ്ഞാൽ ടെമ്പററി മാരേജ് എന്നൊക്കെയാണ് ഇന്ന് അതിന് അർത്ഥം കൊടുക്കുന്നത്. പക്ഷെ മാരേജ് എന്നുള്ള വാക്കുമായിട്ട് തന്നെ യോജിക്കുന്ന ഏർപ്പാടല്ല അത്. മുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം മാരേജ് എന്നല്ല, സുഖം എടുക്കുക എന്നാണ്. മുത്തുക എന്ന വാക്കിന് സുഖം അനുഭവിക്കൽ എന്നാണ് അർത്ഥം. എന്ത് സുഖം? ലൈംഗിക സുഖം അനുഭവിക്കൽ, പക്ക വ്യഭിചാരം എന്നാണ് അർത്ഥം. ഇങ്ങനെ പൈസ കൊടുത്ത് വ്യഭിചരിക്കാൻ ഈ ഖുർആൻ അനുവാദം നൽകുന്നു. ഇനി ഖുർആൻ മാത്രമാണോ അനുവാദം നൽകിയിട്ടുള്ളത്? അല്ല, പ്രവാചകൻ അനുവാദം നൽകിയിരുന്നു. പ്രവാചകന്റെ കാലത്ത് മാത്രമാണോ അനുവാദം നൽകിയിരുന്നത്? അല്ല, പ്രവാചകന്റെ കാലശേഷം ഒന്നാം ഖലീഫയായ അബൂബക്കറിന്റെ കാലത്തും ഇത് ഹലാലായിരുന്നു, അനുവദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ തെളിവുകൾ വായിച്ച് കൽപ്പിക്കാം. ഇതാ സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമാണ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ 441 അധ്യായം മുത്തുക എന്ന അധ്യായത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒരു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിഭാഷയാണ്. അതിനകത്ത് 1612 നമ്പർ കൊടുത്തിട്ടുള്ള ഹദീസാണ്. ഞാനത് വായിക്കാം, ഞാനത് സ്ക്രീനിൽ കാണിക്കാം. ജാബിർ ബിൻ അബ്ദുല്ലായിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബിയുടെയും അബൂബക്കറിൻ്റെയും കാലത്ത് ഒരു പിടി കാരക്കയോ മാവോ നൽകി താൽക്കാലിക വിവാഹം ചെയ്തുകൊണ്ട് ഏതാനും ദിവസം ഞങ്ങൾ സുഖം അനുഭവിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഈ ഹദീസിൽ താൽക്കാലിക വിവാഹം എന്നൊന്നുമില്ല, ഞങ്ങൾ സുഖം അനുഭവിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാനും ദിവസം ഞങ്ങൾ സുഖം അനുഭവിക്കാറുണ്ടായിരുന്നു. പിന്നീട് അംർ ബിൻ ഹുറൈസിന്റെ കാര്യത്തിൽ ഉമർ ഇത് വിരോധിക്കുകയുണ്ടായി. അപ്പോൾ താൽക്കാലിക വിവാഹം എന്ന് ഇപ്പോൾ പറയുന്ന ഈ മുത്തുക എന്ന വ്യഭിചരിക്കൽ പരിപാടിക്ക്
പ്രവാചകന്റെ കാലത്തും ആ ഒന്നാം ഖലീഫയുടെ കാലത്തും അനുമതി ഉണ്ടായിരുന്നു. ഉമ്മർ ആണ് ഇത് നിരോധിച്ചത് എന്നാണ് ഈ ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ പറയുന്നത്. ഇനി പ്രവാചകൻ തന്നെ ഇത് നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസുകളും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പ്രവാചകൻ നിരോധിച്ചിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ഉമ്മർ വരെ അല്ലെങ്കിൽ അബൂബക്കർ എങ്ങനെയാണ് അത് ഹലാലാക്കി അനുവദിച്ചു കൊടുത്തത് എന്നതിന് ഉത്തരം പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. എന്ന് മാത്രമല്ല, ഖുർആനിൽ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചു, അത് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ പൈസ കൊടുത്ത് സുഖം അനുഭവിച്ച് പൊയ്ക്കോളൂ എന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്. ആ ആയത്ത് നസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനെ നസ്ക് ചെയ്തുകൊണ്ട് വന്ന നാസിക്കായ ആയത്ത് ഖുർആനിൽ കാണണം. ഖുർആനിൽ എവിടെയും ഇല്ലെങ്കിൽ ഇതിനെ നസ്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു ആയത്ത് കാണാനുമില്ല. ഇത് വെച്ചുകൊണ്ടാണ്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഷിയാക്കൾ, മുസ്ലിങ്ങളിലെ ഒരു പ്രബല വിഭാഗമായ ഷിയാക്കൾ അള്ളാഹു അനുവദിച്ചതാണ് മുത്തുക, അത് ഉമ്മറിനോ അല്ലെങ്കിൽ അബൂബക്കറിനോ അല്ലെങ്കിൽ ഉസ്മാനോ അത് നിരോധിക്കാനുള്ള യാതൊരു അവകാശവുമില്ല, പ്രവാചകന് പോലും അത് നിരോധിക്കാൻ അവകാശമില്ല, അള്ളാഹു നിരോധിച്ചതാണ്, അത് അള്ളാഹു തന്നെയാണ്, അള്ളാഹു അനുവദിച്ചതാണ്, അത് അള്ളാഹു തന്നെ നിരോധിച്ചാൽ മാത്രമേ അത് നിരോധിക്കേണ്ടതുള്ളൂ എന്ന് വാദിച്ചുകൊണ്ട് ഷിയാക്കൾ ഇന്നും ഈ മുത്തുക അവരുടെ ശരീഅത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിൽ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാകുന്ന രീതിയിൽ തന്നെ ഈ മുത്തുക എന്ന് പറയുന്ന താൽക്കാലികമായ വ്യഭിചാരം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാമിലെ നമ്മളൊക്കെ ഇന്ന് വലിയ സദാചാരം എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ മുഖം. ഇനി സഹീഹുൽ മുസ്ലിമിൽ നിന്ന് തന്നെ ഞാൻ മറ്റൊരു ഹദീസ് കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഖൈസ് റായിൽ നിന്ന് നിവേദനം. ഇദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇപ്രകാരം അരുളുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഞങ്ങൾ നബിയോടൊപ്പം യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ ഭാര്യമാർ കൂടെ ഉണ്ടാകാറില്ല. തന്നിമിത്തം ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് വൃഷണം ഉടച്ചുകൂടെ? അന്നേരം തിരുമേനി ഞങ്ങളോട് അത് വിരോധിച്ചു. അനന്തരം വസ്ത്രം നൽകിക്കൊണ്ട് സ്ത്രീകളെ ഒരു നിശ്ചിത കാലത്തേക്ക് വിവാഹം ചെയ്യാൻ തിരുമേനി ഞങ്ങൾക്ക് ഇളവ് അനുവദിച്ചു തന്നു. അനന്തരം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് താഴെ പറയുന്ന ഖുർആൻ സൂക്തം പാരായണം ചെയ്തു. ഹേ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്ന നല്ലത് നിങ്ങൾ നിഷിദ്ധമാക്കരുത്. നിങ്ങൾ അതിർ കവിഞ്ഞു പോകരുത്. അതിർ കവിഞ്ഞു പോകുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇനി ഇതിനകത്ത് തന്നെ വേറെ ഒരുപാട് ഹദീസുകളുണ്ട്. രണ്ടുപേര് രണ്ട് തട്ടവും കൊണ്ടുപോയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് വില പേശുന്നതും അവസാനം നല്ല തട്ടമുള്ള ആള് കാണാൻ ഭംഗിയില്ലാത്ത ആളും മോശം തട്ടം കയ്യിലുള്ള ആൾ കാണാൻ ഭംഗിയുള്ള ആളുമായിരുന്നു എന്നും, അങ്ങനെ ഈ സ്ത്രീ തട്ടം നല്ലത് അല്ലെങ്കിൽ പോലും കാണാൻ ഭംഗിയുള്ള ആളെ ഈ മോശം തട്ടം സ്വീകരിക്കാൻ തയ്യാറായി എന്നും, അങ്ങനെ ഈ മോശം തട്ടം പ്രതിഫലം കൊടുത്തുകൊണ്ട് ഈ ചൊറുക്കുള്ള യുവാവ് ആ സ്ത്രീയുമായി വ്യഭിചരിച്ചു എന്നും പറയുന്ന ഹദീസ് ഈ മുസ്ലിമിൽ ഒരുപാട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കഷ്ണം തുണിക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു പിടി കാരക്കയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പിടി ഗോതമ്പ് മാവിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം 3 ദിവസത്തേക്കും 2 ദിവസത്തേക്കും ഒക്കെ വിൽക്കുന്ന സ്ത്രീകൾ ആ കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്നും, അങ്ങനെയുള്ള സ്ത്രീകളെ ഇതുപോലുള്ള തുച്ഛമായ പ്രതിഫലം നൽകിക്കൊണ്ട് വ്യഭിചരിക്കാൻ ഉപയോഗിക്കുന്നതിന് പ്രവാചകൻ അനുവദിച്ചിരുന്നു എന്നും, പ്രവാചകന് ശേഷം അതിന് അബൂബക്കർ അനുവദിച്ചിരുന്നു എന്നും, എന്നാൽ ഉമ്മറിന് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉമ്മർ ഇത് നിരോധിച്ചു എന്നുമാണ് ഈ ഹദീസുകളിൽ പറയുന്നത്. ഖുർആനിൽ 4-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിൽ അള്ളാഹു തന്നെ ഇത് നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉമ്മർ നിരോധിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ സുന്നി മുസ്ലിങ്ങൾ ഇന്ന് ഇസ്ലാമിൽ ഈ മുത്തുക എന്ന് പറയുന്ന വ്യഭിചാരം ഇല്ല എന്ന് വാദിക്കുന്നത്. എന്നാൽ ഉമ്മറിന് അത് നിരോധിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാക്കൾ ഇന്നും അതിനെ അംഗീകരിക്കുന്നത്. ഇത് മുത്തുകയുടെ കാര്യം. ഇനി നമുക്ക് എന്താണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത്? ഇസ്ലാമിൽ വിവാഹം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഒരു സങ്കല്പത്തിൽ എന്താണ് വിവാഹം? ഇന്ന് നമ്മൾ ആധുനിക സമൂഹത്തിൽ ആധുനിക ധാർമ്മിക മൂല്യം അനുസരിച്ച് നമ്മൾ വിവാഹം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും, അവരൊരുമിച്ച് ഒരു കരാറ് ഉണ്ടാക്കുന്നു. നമ്മൾ ഒരുമിച്ച് ജീവിക്കും, നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കും.
നമ്മൾ പരസ്പരം പ്രണയിക്കും, നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, നമ്മളൊരു കുടുംബം സ്ഥാപിക്കും. അങ്ങനെ നമ്മൾ ജീവിതം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മളൊരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കും എന്നുള്ള ഒരു കരാറാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ആ കരാറാണ് വിവാഹത്തിൻ്റെ ഏത് ചടങ്ങ് കൊണ്ടും ഇന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. അവിടെ ഒരു സ്ത്രീ ഒരു പുരുഷൻ രണ്ടുപേരും പ്രായപൂർത്തിയായവരായിരിക്കണം, പരസ്പരം ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, പരസ്പര സമ്മതത്തോടുകൂടി രണ്ടുപേരും ഒരു കരാറിൽ ഏർപ്പെടുകയും ജീവിതം പങ്കുവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കുന്നു. സമൂഹത്തിലെ ഒരു സാമ്പത്തിക യൂണിറ്റ് എന്ന രീതിയിൽ കുടുംബം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതിനുള്ള കരാറിനാണ് ഇന്ന് വിവാഹം എന്ന് പറയുന്നത്. അതിൻ്റെ ചടങ്ങ് പല രീതിയിൽ പല സമൂഹങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ വിവാഹം എന്നതുകൊണ്ട് ആധുനിക മനുഷ്യൻ വിവക്ഷിക്കുന്ന അർത്ഥം അതാണ്. എന്നാൽ ആ അർത്ഥത്തിലുള്ള ഒരു വിവാഹം ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ല എന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. എന്താണ് ഇസ്ലാമിൽ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിൽ ഇന്ന് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞ് നടത്തുന്ന നിക്കാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. നിക്കാഹ് എന്ന അറബി പദത്തിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ അർത്ഥം. വ്യഭിചരിക്കുക, ഫക്ക് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാമിൽ വിവാഹമല്ല ഉള്ളത്, അവിടെ ഫക്കിംഗ് ആണുള്ളത്, സെക്ഷൽ ഇൻ്റർകോഴ്സാണ് ഉള്ളത്, വ്യഭിചാരമാണുള്ളത്, ലൈംഗിക ബന്ധം മാത്രമാണുള്ളത്. ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു കരാറാണ്. ആ കരാർ എന്താണ്? ആരുമായിട്ടാണ് കരാറ്? അത് ഒരു സ്ത്രീയെ ഒരു പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആ സ്ത്രീ സ്വന്തം ശരീരം അയാൾക്ക് സമർപ്പിക്കുന്ന ഒരു കരാറാണ്. രണ്ടു പേർ ചേർന്ന് പ്രണയം പങ്കുവെക്കുക, ജീവിതം പങ്കുവെക്കുക, ലൈംഗികത പങ്കുവെക്കുക, അങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കി ഒരുമിച്ച് ജീവിക്കുക എന്ന കരാറ് ഇസ്ലാമിൽ ഇല്ല. പകരം ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ തൻ്റെ ലൈംഗിക ശരീരവും ലൈംഗിക അവയവങ്ങളും ഒരു പുരുഷന് സമർപ്പിക്കുക. എന്തിനു പകരം? മഹറിനു പകരം. എന്താണ് മഹർ? ഈ സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങൾ ഇയാൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുന്നതിനുള്ള കൂലിയാണ് മഹർ. ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് അതിനുള്ള പ്രതിഫലമായിട്ട് ആ സ്ത്രീ വാങ്ങുന്ന പ്രതിഫലമാണ്, കൂലിയാണ്. തൻ്റെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായി വാങ്ങുന്ന കൂലിയാണ് മഹർ. ഈ മഹർ വാങ്ങുന്നതോടുകൂടി ആ സ്ത്രീക്ക് എന്താണ് ലാഭം വരുന്നത്? ആ മഹർ മാത്രമാണ് ആ സ്ത്രീക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. ആ സ്ത്രീക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? ആ സ്ത്രീക്ക് സ്വന്തം ശരീരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളുമാണ് നഷ്ടപ്പെടുന്നത്. ഈ ശരീരം ഈ മഹർ വാങ്ങി വിൽക്കുന്നതോടുകൂടി ശരീരം ഈ പുരുഷന്റെ പരമാധികാരത്തിന് കീഴിൽ വരുന്നു. അയാൾക്ക് പിന്നെ ആ ശരീരത്തിലുള്ള പൂർണ്ണ അവകാശവും അയാൾക്കാണ് എന്നതാണ് ഈ ഖുർആനും ഹദീസും അനുസരിച്ച് ഇസ്ലാമിലെ ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഭവം, ഈ മഹർ എന്ന് പറയുന്ന സംഭവം. ഇനി അതിൻ്റെ തെളിവുകൾ വേണോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ തെളിവുകൾ ഇതിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണ് ഈ മഹർ എന്നത്? ഇനി അങ്ങനെ മഹർ കൊടുത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ ആ സ്ത്രീയും ഈ പുരുഷനും തമ്മിൽ മാത്രമാണ് ജീവിതം പങ്കുവെക്കുക അല്ലെങ്കിൽ ലൈംഗികത പങ്കുവെക്കുക എന്ന കരാറുണ്ടോ? ഒരിക്കലുമില്ല. ആ പുരുഷന് അതേപോലെ പണം കൊടുത്ത് വേറെയും സ്ത്രീകളെ വാങ്ങാം. ഏതെല്ലാം തരത്തിൽ വാങ്ങാം? ഈ പറഞ്ഞ നിക്കാഹ് എന്ന പേരിൽ മഹർ കൊടുത്തുകൊണ്ട് 2 or 3 സ്ത്രീകളെ വേറെയും വാങ്ങാം. അങ്ങനെ 4 സ്ത്രീകളെ ഒരേ സമയത്ത് അയാൾക്ക് ഈ മഹർ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കാം. ആ 4 പേരുമായിട്ട് തൻ്റെ ലൈംഗികതയെ പങ്കുവെക്കാൻ അയാൾക്ക് അധികാരമുണ്ട്. എന്നാൽ ഈ 4 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന് പോലും മറ്റൊരു പുരുഷനുമായിട്ട് തൻ്റെ ശരീരം ഇതുപോലെ പങ്കുവെക്കാൻ അല്ലെങ്കിൽ തൻ്റെ ജീവിതം പങ്കുവെക്കാൻ, സെക്സ് പങ്കുവെക്കാനുള്ള അവകാശമില്ല. കാരണം അവളുടെ ശരീരം 100% ഇയാൾക്ക് അവകാശപ്പെടുത്തി കൊടുത്തുകൊണ്ട് വിറ്റ് കഴിഞ്ഞു. അതിലിനി വേറൊരു അവകാശിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീയുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. പുരുഷനാണെങ്കിൽ 3-4 സ്ത്രീകളെ ഇതുപോലെ വിലക്ക് വാങ്ങാം. അതുമാത്രമാണോ? അല്ല. ഈ പുരുഷന് ഈ 4 സ്ത്രീകൾക്ക് പുറമേ
ആ പുരുഷന് എവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള മുത്ത് എന്ന ഏർപ്പാടിലും ഏർപ്പെടാം. ഇസ്ലാം അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, സഹീഹ് മുസ്ലിമിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഹദീസ് അനുസരിച്ച് അയാൾക്ക് എവിടെ പോയിട്ടും ഒരു രാത്രിക്കോ ഒരു മണിക്കൂറിനോ അല്ലെങ്കിൽ 2 ദിവസത്തിനോ 3 ദിവസത്തിനോ എത്ര സമയത്തേക്ക് വേണമെങ്കിലും താൽക്കാലികമായി ഒരു സ്ത്രീയെ പണം കൊടുത്ത് വാങ്ങി വ്യഭിചരിക്കാം. ഇസ്ലാമിലെ നിയമമാണ്. അത് ഉമർ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഖുർആനിലെ നിയമം എങ്ങനെയാണ് ഉമർ നിരോധിക്കുക? പ്രവാചകൻ നിരോധിക്കാത്തത് എങ്ങനെയാണ് ഉമർ നിരോധിക്കുക? ഇനി പ്രവാചകൻ തന്നെ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്. എങ്ങനെയാണ് അള്ളാഹു അനുവദിച്ച കാര്യം പ്രവാചകൻ സ്വന്തം നിലക്ക് നിരോധിക്കുക? ഇനി പ്രവാചകന് ശേഷം അബൂബക്കർ ഇത് അനുവദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ നിരോധിച്ചതാണെങ്കിൽ എങ്ങനെയാണ് അബൂബക്കർ ഇത് അനുവദിക്കുക? തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതായാലും ഇനി അത് നിരോധിച്ചാലും ഇല്ലെങ്കിലും ശരി, ഖുർആനിലും ഹദീസിലും അത് ഉണ്ട്, അത് അനുവദനീയമാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിലും ഈ ഏർപ്പാട് മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതനുസരിച്ചാണ് ഇവിടെ അറബി കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏർപ്പാട് ഹൈദരാബാദിലും കോഴിക്കോടും ഒക്കെ നടന്നു വന്നിരുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഒരു പുരുഷന് വില കൊടുത്തുകൊണ്ട് ചന്തയിൽ പോയി സ്ത്രീകളെ വാങ്ങിക്കൊണ്ടുവന്ന് ഭോഗിക്കാം. അതിന് വല്ല പരിധിയുണ്ടോ? എണ്ണത്തിൻ്റെ പരിധിയുണ്ടോ? ഒരു പരിധിയില്ല. 1000 പെണ്ണുങ്ങളെ വാങ്ങിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരാൾക്ക് 1000 പെണ്ണുങ്ങളെ ഒരേ സമയം വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ഫാം തന്നെ നടത്താം. അങ്ങനെ ഒരു അടിമ സ്ത്രീകളെ കൂട്ടത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു സ്ലേവ് ഫാം തന്നെ നടത്താനുള്ള അവകാശം ഖുർആനും ഹദീസും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുരുഷന് എത്രത്തോളം സ്വാതന്ത്ര്യവും അവകാശമുണ്ട് ലൈംഗികതയുടെ കാര്യത്തിൽ? ഒന്ന്, നിക്കാഹ് നടത്തിക്കൊണ്ട് മഹർ കൊടുത്തുകൊണ്ട് 4 എണ്ണത്തിന് ഒരേ സമയം. പിന്നെ മഹർ കൊടുത്തുകൊണ്ട്, താൽക്കാലിക മഹർ കൊടുത്തുകൊണ്ട് എത്ര എണ്ണത്തിന് വേണമെങ്കിൽ എവിടെ പോയിട്ടും ഭോഗിക്കാം. പിന്നെ ചന്തയിൽ പോയി അടിമ സ്ത്രീകളെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഒരു ഫാം പോലെ വളർത്തി ഭോഗിക്കാം. ഇനി അതിന് കാശില്ലെങ്കിൽ ഒരാൾക്ക് ഒന്നിനെ വാങ്ങിക്കൊണ്ടെന്ന് അതിനെ മടുക്കുമ്പോൾ അതിനെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പകരം വേറെ വാങ്ങിക്കൊണ്ടുവരാം. ഇങ്ങനെ ഒരു പുരുഷന് അയാളുടെ ജീവിതകാലത്ത് 1000കണക്കിന് സ്ത്രീകളുമായിട്ട് ലൈംഗികത പങ്കുവെക്കാനുള്ള അവകാശമുള്ളപ്പോൾ ഈ പുരുഷനുമായിട്ട് ഈ സ്ഥിരമായ കരാർ ഉറപ്പിച്ച നിക്കാഹ് നടത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ ശരീരത്തിൽ, ലൈംഗിക ശരീരത്തിൽ യാതൊരു അവകാശവുമില്ല. അത് ഈ വിറ്റ പുരുഷൻ്റെ മാത്രം സ്വന്തം സർവാധികാരത്തിൻ്റെ കീഴിലാണ്. ഇതാണ് ഇസ്ലാമിലെ ലൈംഗിക ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പം. ഇതിലെവിടെയാണ് വിവാഹം? ഇതിലെവിടെയാണ് കുടുംബം? ഇതിലെവിടെയാണ് സദാചാരം? ഇതിലെവിടെയാണ് ധാർമ്മികത? ഇത് പക്ക വ്യഭിചാരമാണ്. നിക്കാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വ്യഭിചാരം എന്നാണ്. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞ മഹറിന് എന്താണ് അർത്ഥം എന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കർമ്മശാസ്ത്ര വിവരണങ്ങൾ കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് ഫിഖ്ഹ് സുന്ന, ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ IPH നിന്ന് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. സയ്യിദ് സാബിഖ് എന്ന് പറയുന്ന വലിയ കർമ്മശാസ്ത്ര പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഫിഖ്ഹ് സുന്ന എന്ന പ്രസിദ്ധമായ കിതാബാണ്. ഈ കിതാബിൽ നിന്ന് ഞാൻ വായിക്കാം ഒരു ഹദീസ്. ഇതിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് വായിക്കുന്നത്. കഅബ് ബിൻ സയ്യിദ് അല്ലെങ്കിൽ സെയ്ദ് ബിൻ കഅബിൽ നിന്ന് നിവേദനം. റസൂൽ ബനു ഗഫാർ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അദ്ദേഹം അവളുടെ അടുക്കൽ പ്രവേശിക്കുകയും വസ്ത്രം മാറ്റുകയും വിരിപ്പിൽ എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്തപ്പോൾ അവളുടെ നാഭിക്കും വാരിയെല്ലിനും ഇടയിലായി ഒരു വെളുത്ത പാട് കണ്ടു. അപ്പോൾ അദ്ദേഹം വിരിപ്പിൽ നിന്ന് മാറിയിരിക്കുകയും നീ നിന്റെ വസ്ത്രം ധരിച്ചോ എന്ന് അവളോട് പറയുകയും ചെയ്തു. അദ്ദേഹം അവൾക്ക് നൽകിയതിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങിയില്ല. ഇതിലൂടെ എന്താണ് ഈ ഫിഖ്ഹ് സുന്നയിൽ വിശദീകരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ട ഒരു ഭാഗം കൂടെ വായിക്കാം. ഇബ്നുൽ മുസയ്യിബിൽ നിന്ന് ഉമർ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഭ്രാന്തോ കുഷ്ഠമോ വെള്ളപ്പാണ്ടോ ഉള്ളതോടൊപ്പം ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുകയും ഭർത്താവ് അവളുമായി ബന്ധം പുലർത്തിയ ശേഷം അത് വ്യക്തമാവുകയും ചെയ്താൽ അവളുമായി ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ അവളുടെ മഹർ അവൾക്ക് കൊടുക്കണം. എന്നാൽ ന്യൂനതകൾ മനഃപൂർവ്വം മൂടിവെക്കുകയും വഞ്ചിക്കുകയും ചെയ്തതിനാൽ വലിയാണ് ആ മഹർ കൊടുക്കാൻ ബാധ്യസ്ഥൻ. അലിയിൽ നിന്ന്
ഷഅബി ഉദ്ധരിക്കുന്നു, വിവാഹം ചെയ്യപ്പെട്ട ഏതൊരു സ്ത്രീക്കും വെള്ളപ്പാണ്ടോ ഭ്രാന്തോ കുഷ്ഠമോ യോനി തടസ്സമോ ഉണ്ടെങ്കിൽ അവളെ സ്പർശിക്കുന്നത് വരെ വേണമെങ്കിൽ ഭർത്താവിന് അവളെ സ്വീകരിക്കുവാനും തലാക്ക് ചൊല്ലുവാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. സ്പർശിച്ചു കഴിഞ്ഞാൽ അവളുടെ ഗോപ്യസ്ഥാനം അനുവദനീയമാക്കിയതിന് അവൾക്ക് മഹർ കൊടുക്കണം. അപ്പൊ എന്താണ് മഹർ? ഒരു സ്ത്രീയുടെ ഗോപ്യസ്ഥാനം ഉപയോഗപ്പെടുത്തിയതിനുള്ള കൂലിയാണ് മഹർ. കല്യാണം കഴിഞ്ഞിട്ട് മഹർ വാങ്ങി കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണത്താൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ ആ മഹർ തിരിച്ചു കൊടുക്കണം. ഇവിടെ പ്രവാചകൻ തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് തുണിയും കുപ്പായൊക്കെ അയച്ച്, അപ്പോൾ അവളുടെ നാഭിക്ക് താഴെ ഒരു വെളുത്ത പാട് കണ്ട്, അപ്പോൾ അവളോട് കുപ്പായിട്ടോ ഇജ്ജ് പൊയ്ക്കോ എന്ന് പറഞ്ഞയച്ചു. അവൾക്ക് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങിയതുമില്ല. ഇതാണ് പ്രവാചകൻ ചെയ്തത്. ഇവിടെ വേറൊരു കോമഡിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ വിവാഹങ്ങൾ നടത്തിയിരുന്നതൊക്കെ വിധവകളെയും അനാഥരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് നമ്മളുടെ ആധുനിക മുഫസ്സിറുകൾ തള്ളുന്നത്. എൻ്റെ ചോദ്യം, ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയ ഒരു അനാഥ പെണ്ണിനെ ശരീരത്തിനൊരു വെളുത്ത പാട് കണ്ടപ്പോഴേക്ക് ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞ് തലാക്ക് ചൊല്ലി പറഞ്ഞയക്കുന്നത് ഈ വെളുത്ത പാട് സംരക്ഷണത്തിന് എന്ത് തടസ്സമുണ്ടാക്കിയത് കൊണ്ടാണ്? അതാണ് മനസ്സിലാവാത്തത്. അങ്ങനെയുള്ള കുഷ്ഠമോ അല്ലെങ്കിൽ പാണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖമോ ഉള്ള ഒരു പെണ്ണാണെങ്കിൽ കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാണെങ്കിൽ അവളെ ചികിത്സിക്കുകയും അവളെ കൂടെ നിർത്തുകയും എന്നിട്ട് അവൾക്ക് വേണ്ട സംരക്ഷണം നൽകുകയല്ലേ മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ പള്ളയമേൽ ഒരു പാടുണ്ട് അല്ലെങ്കിൽ ഒരു കാക്കാപ്പുള്ളി ഉണ്ട് ഇജ്ജ് പൊയ്ക്കോ എന്നിട്ട് പറഞ്ഞേക്കാണോ ചെയ്യുക? അപ്പോൾ ഈ പാടും കാക്കാപ്പുള്ളിയും ഒക്കെ എന്തിനാണ് തടസ്സമാകുന്നത്? സംരക്ഷണത്തിന് അത് തടസ്സമല്ല, പക്ഷെ എന്തിനാണ് തടസ്സമാകുന്നത്? അത് ആലോചിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു കോമഡി. ഇനി ഞാൻ മറ്റൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിക്കാം. മഹറിനെ കുറിച്ച് കൃത്യമായിട്ട് നിർവചനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കൂ, മഹർ സംയോഗത്താലോ വിവാഹത്താലോ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കാൻ നിർബന്ധമായ ഒന്നാണ് മഹർ. അപ്പോൾ വിവാഹം ചെയ്യുമ്പോൾ മാത്രമല്ല മഹർ കൊടുക്കേണ്ടത്, ഒരു പെണ്ണിനെ സംയോഗം ചെയ്താൽ അവൾക്ക് മഹർ കൊടുക്കണം. വ്യഭിചാരം ചെയ്തതിന് ശേഷം മഹർ കൊടുത്തു കഴിഞ്ഞാൽ വ്യഭിചാരം ഹലാലാകും എന്ന് പറയുന്ന മദ്ഹബുകളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംയോഗത്താലോ വിവാഹത്താലോ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കാൻ നിർബന്ധമായ ഒന്നാണ് മഹർ. ഇനി എന്താണ് മഹർ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ഒരു വസ്തുവിൻ്റെ വില എന്ന നിലക്ക് സ്വീകാര്യമായിട്ടുള്ളവയെല്ലാം മഹർ എന്ന നിലക്കും സ്വീകാര്യം തന്നെ. അത് എത്ര തുച്ഛമായതായാലും വിരോധമില്ല. മഹറായി പറയുന്നത് ഗുഹ്യസ്ഥാനം അനുവദനീയമാകുന്നതിന് പകരമായി കൊടുക്കുന്നതായതാണ് ഇതിനു കാരണം. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഗുഹ്യസ്ഥാനം പകരമായിട്ട് കൊടുക്കുന്ന ധനമാണ് എന്ത്? മഹർ. അതല്ലാതെ സ്ത്രീധനത്തിന് ബദൽ ഉള്ള ഒരു ഏർപ്പാടോ അല്ലെങ്കിൽ സ്ത്രീയെ ആദരിക്കാൻ വേണ്ടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ സമ്മാനമായി കൊടുക്കുന്നതോ ഒന്നുമല്ല. സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൻ്റെ വിലയാണ്, അതിൻ്റെ വാടകയാണ് മഹർ എന്ന്. ഇനി ചെലവിന് കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ ഫത്ഹുൽ മുഈൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാവും എന്താണ് വൈവാഹിക ബന്ധം, എന്താണ് ഭാര്യാഭർത്തൃ ബന്ധം, എന്താണ് മഹർ, എന്താണ് സെക്സ് എന്നൊക്കെ. സുഖം അനുഭവിക്കുവാനും താൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൂടെ കൊണ്ടുപോകുവാനും തനിക്ക് സ്വാതന്ത്ര്യമുള്ള ഭാര്യയ്ക്ക് മുദ്ദും അതോടൊപ്പം പിന്നീട് പ്രസ്താവിക്കുന്ന സാധനങ്ങളും കൊടുക്കുവാൻ ഭർത്താവ് നിർബന്ധിതനാകുന്നു. നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് മാത്രം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ ഭർത്താവ് നിർബന്ധിതനായിത്തീരുന്നില്ല. ഏതെങ്കിലും നിലയിൽ ഭാര്യാസുഖം അനുഭവിക്കാൻ സാധ്യതയുള്ള സ്ത്രീയെ തൻ്റെ വരുതിയിൽ ലഭിച്ചാൽ അവൾക്ക് ചെലവ് കൊടുക്കാൻ അവൻ നിർബന്ധിതനാകുന്നു. ഭർത്താവ് സംയോഗത്തിന് പ്രാപ്തനല്ലാത്ത ബാലനായാലും ശരി, ഭാര്യാസുഖം അനുഭവിക്കുന്നതിന് ഭാര്യ തടസ്സമല്ല എന്നുള്ളതാണ് ഇതിന് കാരണം. ബാലിക അല്ലെന്നുള്ളതൊഴിച്ച് യോനിയിൽ മാംസം തിങ്ങുക, ഭ്രാന്തുണ്ടാവുക, രോഗം ബാധിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ അവളുടെ സംയോഗ സാധ്യതയ്ക്ക് ഊനം സംഭവിച്ചാലും ശരി, അവളുടെ സംയോഗ സാധ്യതയ്ക്കുള്ള ഊനം പ്രായക്കുറവ് മൂലമുള്ളതാണെങ്കിൽ അവൾക്ക് ചെലവ് കൊടുക്കാൻ അവൻ നിർബന്ധിതനല്ല.
ഭാര്യ കുട്ടിപ്രായം വിടാത്തവളാണെന്നിരിക്കെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് അവളുടെ വലിക്കാരൻ അവളെ വിട്ടുകൊടുത്താൽ തന്നെയും അവൾക്ക് ചെലവ് കൊടുപ്പാൻ അവൻ നിർബന്ധിതനല്ല. പിണങ്ങി നിൽക്കുന്ന ഭാര്യയുമായിട്ട് എന്ന പോലെ ആ കുട്ടിയുമായി സുഖം അനുഭവിക്കുന്നതിന് അവന് സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. നേരെ മറിച്ച് അവളുമായി സുഖം അനുഭവിപ്പാൻ സാധ്യതയുള്ള പക്ഷം അവൾക്ക് ചെലവ് കൊടുപ്പാൻ അവൻ നിർബന്ധിതനാവുന്നു. അല്പനേരമെങ്കിലും ഭാര്യ ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന പക്ഷം അവൾക്ക് ചെലവ് ലഭിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു ആണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഭർത്താവിന് കീഴടങ്ങാതിരിക്കുക എന്നതാണ് പിണങ്ങുക എന്നതിൻ്റെ വിവക്ഷ. ഭ്രാന്ത്, നിർബന്ധം, കൗമാരം തുടങ്ങിയ കാരണങ്ങളാൽ പിണങ്ങുന്ന പക്ഷം അവൾ കുറ്റക്കാരിയാവുകയില്ലെങ്കിലും ചെലവ് കിട്ടാനുള്ള അർഹത ഇല്ലാതാകും. സുഖം അനുഭവിക്കുന്ന കാര്യത്തിൽ ഭർത്താവിനെ ഭാര്യ തടയുന്ന പക്ഷം പിണക്കം ഉത്ഭവിക്കും. അവളെ തൊടുന്നതിനോ അഥവാ അവൻ ഉദ്ദേശിക്കുന്ന അവയവം തൊടുന്നതിനോ അവൾ വിസമ്മതം കാണിച്ചാൽ അവളുടെ പിണക്കം സ്ഥാപിക്കപ്പെട്ടു. ഗുഹ്യസ്ഥാനത്ത് മുറിവുള്ളതുകൊണ്ടോ സംയോഗത്തിന് സാധ്യമല്ലാത്ത നിലയിൽ രോഗമുള്ളതുകൊണ്ടോ പുരുഷലിംഗത്തിന്റെ ക്രമാതീതമായ വളർച്ച കൊണ്ടോ അത്തരം കാരണങ്ങളാലോ അവൾ അവനെ തടയുന്ന പക്ഷം അത് പിണക്കമാണെന്ന് സ്ഥാപിക്കാവതല്ല. ലിംഗത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് 4 സ്ത്രീകൾ സാക്ഷി പറയുന്ന പക്ഷമോ അവൻ സ്വയം സമ്മതിക്കുകയോ മതിയായ 2 പുരുഷന്മാർ സാക്ഷി നിൽക്കുകയോ ചെയ്യുന്ന പക്ഷവും അത് സ്ഥിരീകരിക്കാവുന്നതാണ്. സാക്ഷി പറയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലിംഗോദാഹരണത്തിന് ഉതകുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ നിഷിദ്ധമായ പ്രയോഗങ്ങളൊന്നും പാടുള്ളതല്ല. ലിംഗത്തിന് പ്രസരിപ്പുള്ള നിലയിൽ വധൂവരന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങൾ വ്യക്തമായി കണ്ടാൽ 4 സ്ത്രീകൾക്ക് അവയുടെ വലുപ്പം മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ സാക്ഷി പറയുവാൻ ഉദ്ദേശിക്കുന്നവർ വധൂവരന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാണുന്നതിന് വിരോധമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെലവിന് കൊടുക്കുന്നതിനെ കുറിച്ച് പോലും പറയുന്നത്. ഭാര്യയ്ക്ക് രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത ഭർത്താവിനില്ല എന്നും തുടർന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മഹർ കൊടുത്തു ഒരു പെണ്ണിനെ വാങ്ങി ആ പെണ്ണിൻ്റെ ശരീരം ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അന്ന് ആ പെണ്ണിന് തീറ്റ കൊടുക്കേണ്ടതില്ല, ചെലവിന് കൊടുക്കേണ്ടതില്ല, ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത പോലും ഈ ചങ്ങാതിക്കില്ല എന്നാണ് ഈ കർമ്മശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ട്. അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിയ ഒരു ഉപകരണം എന്നതിനപ്പുറം സ്ത്രീക്ക് യാതൊരു സ്ഥാനവും നൽകാത്ത അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം. ഇവിടെ വിവാഹമില്ല, കുടുംബമില്ല, മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരിഗണനയുമില്ല. മറിച്ച് പുരുഷന് യഥേഷ്ടം പോയി അവൻ്റെ കാമകേളികൾ നടത്താനുള്ള ഒരു ശരീരം, ഒരു ഉപകരണം എന്നതിൽ കവിഞ്ഞ് സ്ത്രീക്ക് യാതൊരു സ്ഥാനവും ഈ മതം കൽപ്പിക്കുന്നില്ല. അതിനനുസരിച്ചാണ് ഈ മതത്തിലെ എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിട്ടുള്ളത്. വിവാഹം എന്ന് പറയുന്നൊരു സംഭവമേ ഇവിടെ ഇല്ല. ഇവിടെ വ്യഭിചാരം മാത്രമേ ഉള്ളൂ. കാശ് കൊടുത്ത് വ്യഭിചരിക്കുക, ഒന്നുകിൽ വാടകയ്ക്ക് തൽക്കാലത്തിന് എടുത്തിട്ട് വ്യഭിചരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒന്നിനെ വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കിയിട്ട് ഉപയോഗിക്കുക. ഒന്നിനെ അല്ല 4 ഒപ്പം അതുപോലെ ഉപയോഗിക്കാം. പിന്നെ അടിമ സ്ത്രീകളെ വാങ്ങിക്കൊണ്ടെന്ന് ഉപയോഗിക്കാം. അതിനു പുറമെ താൽക്കാലിക ആവശ്യത്തിന് വാടകയ്ക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ സ്ത്രീകളെ യഥേഷ്ടം ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ സൗകര്യമുള്ള അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ, സ്ത്രീവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, അധാർമികമായിട്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. അവിടെ വിവാഹം എന്ന വാക്ക് പോലും അതിന് അനുയോജ്യമല്ല. നിക്കാഹ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യഭിചാരം എന്നാണ്. ഫക്ക് എന്നാണ് നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണുന്നത്. മഹർ എന്നതിൻ്റെ വാക്കിൻ്റെ നിർവചനം യോനിക്ക് പകരമുള്ള പൈസ എന്നാണ്. യോനി അനുവദിക്കുന്നതിനുള്ള, പുരുഷന് യോനി വിറ്റിട്ട് അതിന് കൊടുക്കുന്ന കൂലി എന്നാണ് അർത്ഥം. ഇതെങ്ങനെയാണ് ആധുനിക കാലത്തെ മനുഷ്യൻ്റെ കുടുംബസങ്കല്പവുമായിട്ടും ധാർമ്മിക സങ്കല്പവുമായിട്ടും സദാചാര സങ്കല്പവുമായിട്ടൊക്കെ പൊരുത്തപ്പെടുക? ഇത് പറയുമ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും ജീവിക്കുന്നില്ല. ശരിയാണ്, ഇന്ന് അടിമ സ്ത്രീകളെ ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ കിട്ടില്ല. ഇന്ന് താൽക്കാല കല്യാണത്തിന് പെണ്ണുങ്ങളെ കിട്ടില്ല. ഇന്ന് ഒരു ഭാര്യ ഉള്ള ഒരാൾക്ക് രണ്ടാമത് ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഭാര്യ പിണങ്ങി പോവുക, കണ്ടുചാടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ സമൂഹം അങ്ങനെയുള്ള ആളുകളെ വെറുക്കും. ഇതൊരു ചേപ്ര ഏർപ്പാടാണെന്ന് ഇന്ന് സമൂഹം മൊത്തത്തിൽ കരുതുന്നു. അതുകൊണ്ട് ആരും ഇന്നങ്ങനെ ചെയ്യുന്നില്ല. അത് ചെയ്യുന്നില്ല എന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ധാർമ്മിക മൂല്യം ഈ മനുഷ്യർ ഉൾക്കൊണ്ടു എന്നതുകൊണ്ടാണ്. അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു എന്നതുകൊണ്ടാണ്. ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ട് അവർ ആധുനിക കാലത്തിൻ്റെ ധാർമ്മികതയെ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തത് കണ്ട് മുസ്ലിങ്ങൾ ബേജാറാവേണ്ടതില്ല, ഇത് ഇന്നത്തെ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഇസ്ലാമിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ കക്ഷത്ത് താങ്ങിക്കൊണ്ട് വന്നിട്ട് യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും സദാചാരത്തെ ചോദ്യം ചെയ്യാൻ വരരുത്, വടി തന്നിട്ട് അടി വാങ്ങിയിട്ട് പോകരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇത്തരം ഏർപ്പാടുമായിട്ട് ഈ കിതാബും കക്ഷത്ത് വെച്ചിട്ട് വന്നിട്ട് കണ്ടമാനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വടിയുടെ കെട്ടും കൊണ്ടുവരിക, എന്നിട്ട് പള്ള നിറച്ച് അടി കൊണ്ട് പോവുക. ഇതാണ് ക്ലബ് ഹൗസിലും മറ്റും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം പോയിട്ട് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുക, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ്, എന്താണ് കർമ്മശാസ്ത്രം, ഇതൊക്കെ പഠിച്ചു വന്നിട്ട് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ. പഠിച്ചിട്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയൂ സുഹൃത്തേ എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളോട് ഇത്രയും കാലം പറഞ്ഞത് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നല്ലേ. തിരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളത്, വിമർശനങ്ങൾക്ക് മറുപടിയുമായി വരുമ്പോൾ പഠിച്ചിട്ട് വരൂ സുഹൃത്തേ എന്നാണ് പറയാനുള്ളത്. ഓക്കെ.